നമ്മൾ കാത്തിരുന്ന കത്തനാർ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ്. ജനനായകൻ ഇനി എന്നാവും റിലീസിനെത്തുക? മമ്മൂട്ടി നിതീഷ് സഹദേവ് കൂട്ടുകെട്ടിൽ വമ്പൻ സിനിമ വരുന്നു. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ കഴിഞ്ഞ 10 ദിവസങ്ങളായി വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം എന്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പനിയൊക്കെ പിടിച്ച് സംസാരിക്കാനൊന്നും പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോ മുടങ്ങാതെ തന്നെ വരുന്നതായിരിക്കും. സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബേബി ഗേൾ. നിവിൻ പോളിക്കൊപ്പം ലിജോ മോള്, സംഗീത് പ്രതാപ്, അസീസ് നെടുമങ്ങാട്, അഭിമന്യു തിലകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബേബി ഗേൾ സംവിധാനം ചെയ്യുന്നത് ഗരുഡൻ എന്ന സുരേഷ് ഗോപി ചിത്രം സംവിധാനം ചെയ്ത അരുൺ വർമ്മയാണ്. സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് നോട്ട്ബുക്ക്, ട്രാഫിക് പോലുള്ള സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ള സഞ്ജയ് ബോബി ടീമും. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ട്രെയിലർ കണ്ടിട്ട് സർവ്വം മായയുടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ നിവിന് മറ്റൊരു ഹിറ്റ് ബേബി ഗേൾ സമ്മാനിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ വരുന്ന ജനുവരി 23 തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം വരുന്ന ജനുവരി 23 മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം നയൻതാരയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ 25 ദിവസത്തെ ഷൂട്ടിലാവും മമ്മൂക്ക പങ്കെടുക്കുക. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാട്ടാളൻ. ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ, ത്രില്ലർ, അഡ്വഞ്ചർ ജോണറിൽ തയ്യാറാവുന്ന കാട്ടാളനിൽ ആന്റണി വർഗീസ് ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നവാഗതനായ പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കാട്ടാളനിൽ ആന്റണി വർഗീസിനൊപ്പം കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സുനിൽ, സിദ്ദിഖി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഒരു ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ടീസർ എനിക്ക് ഒരു ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. 50 കോടി രൂപ ബഡ്ജറ്റിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി വരുന്ന ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ കൂടി നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ടീസർ കട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന BGM ഒക്കെ ഒരു ഇമ്പാക്റ്റും സമ്മാനിക്കുന്നില്ല. സിനിമയുടേതായി ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾ മികച്ചതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന മെയ് മാസം 14 തീയതി കാട്ടാളൻ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ റിലീസിനെത്തും. ടൊവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്തു വരുന്ന ഒരു പീരീഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോയ്ക്കൊപ്പം വമ്പൻ താരനിര ഒന്നിക്കുന്ന പള്ളിച്ചട്ടമ്പിയിൽ പൃഥ്വിരാജ് സുകുമാരനും ഒരു കാമിയോ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജിന്റെ പോർഷൻസ് എല്ലാം തന്നെ മൂവി ടീം കംപ്ലീറ്റ് ചെയ്തെന്നും മാത്രമല്ല പള്ളിച്ചട്ടമ്പിയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറക്കാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മേ ബി സിനിമയുടെ ആദ്യ ടീസർ ആവാം പുറത്തുവരിക. ജനപ്രിയ നായകൻ ദിലീപ് നായകനെത്തിയ ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബബ്ബബ്ബയുടെ ടോട്ടൽ കേരള കളക്ഷൻ 25,50,00,000 രൂപ, തമിഴ്നാട് കളക്ഷൻ 51,00,000 രൂപ, കർണാടക കളക്ഷൻ 1,11,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 29,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 18,10,00,000 രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 45,25,00,000 രൂപ. 40 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ ബബ്ബബ്ബ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് സ്റ്റാറ്റസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നെ സിനിമയുടെ OTT, സാറ്റലൈറ്റ് എന്നീ അവകാശങ്ങളിലൂടെ പ്രൊഡ്യൂസർ സേഫ് ആയിട്ടുണ്ട്. എങ്കിലും തിയേറ്ററുകാർക്ക് ബബ്ബബ്ബ ഒരു നഷ്ടം തന്നെ. ബാച്ചലർ പാർട്ടി സിനിമയുടെ സ്പിൻ ഓഫ് ആയി അമൽ നീരദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയാണ് ബാച്ചലർ പാർട്ടി ഡുവക്സ്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ആഴ്ചയോടുകൂടി കൊച്ചിയിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചി, ഇടുക്കി, തേനി എന്നിവിടങ്ങളാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. അമൽ നീരദ് തന്നെ തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രത്തിൽ നസ്ലിൻ, സൗബിൻ, ഷൈൻ ടോം, ശ്രീനാഥ് ബാസി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തും. മാത്രവുമല്ല ടൊവിനോ തോമസും കുഞ്ചാക്കോ ബോബനും ഈ ചിത്രത്തിൽ 2 കാമിയോ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദളപതി വിജയ് നായകനാവുന്ന ജനനായകൻ സിനിമയുടെ റിലീസ് അപ്ഡേറ്റിനായി അക്ഷമയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ചിത്രത്തിനെതിരെ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ജനനായകൻ ടീം ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന ആവശ്യത്തോടെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി ആവട്ടെ ഹൈക്കോടതിയിൽ നിലവിൽ പെൻഡിംഗിലിരിക്കുന്ന കേസിന് വിപരീതമായി ഒന്നും പറയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഹൈക്കോടതിയിൽ തന്നെ നിങ്ങൾ ഈ കേസ് തീർക്കണമെന്നാണ് മൂവി ടീമിനെ അറിയിച്ചത്. അതേസമയം വരുന്ന ജനുവരി 20 ഹൈക്കോടതിയിൽ ജനനായകൻ കേസ് പരിഗണിക്കുക. എന്നാൽ വരുന്ന ജനുവരി 20 ഈ കേസ് മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയോ വിധി പറയാതിരിക്കുകയോ ഹൈക്കോടതിക്ക് കഴിയില്ല. കാരണം ജനുവരി 20 കേസിന്മേൽ വിധി നടത്തണമെന്ന ആവശ്യം ഉൾക്കൊള്ളിച്ച ഒരു സുപ്രീം കോടതി റിപ്പോർട്ട് മൂവി ടീം ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ വരുന്ന ജനുവരി 20 ജനനായകന്റെ മേലുള്ള കേസ് എല്ലാം തന്നെ അവസാനിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ജനുവരി 31 അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യവാരം തന്നെ ജനനായകൻ റിലീസിനെത്തിയേക്കാം. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന L365 എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഇന്നലെ നടക്കുകയുണ്ടായി. വരുന്ന ആഴ്ച മൂവാറ്റുപുഴയിൽ വെച്ച് ഈ സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണത്തിന് തുടക്കമാവും. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സ്പിരിറ്റ്. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിരുന്നു. മുമ്പ് ഈ വർഷം ഡിസംബർ മാസത്തിൽ സ്പിരിറ്റ് റിലീസിന് എത്തുമെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വർഷം സ്പിരിറ്റ് റിലീസ് ചെയ്യുന്നില്ലെന്നും മറിച്ച് 2027 മാർച്ച് 5 തീയതിയാവും ചിത്രം റിലീസിന് എത്തുകയെന്നും മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്.
ശിവകാർത്തികേയൻ, രവി മോഹൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്കർ സംവിധാനം ചെയ്ത പരാശക്തി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്ന് 8 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. 8 ദിവസത്തെ ചിത്രത്തിന്റെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,34 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ പരാശക്തിയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 73 കോടി രൂപയോളമാണ്. 150 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന പരാശക്തി തിയേറ്ററുകളിൽ വിജയമാകാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. നിവിൻ പോളി നായകനായിട്ടെത്തിയ സർവ്വം മായ എന്ന ചിത്രത്തിന്റെ 24 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 24 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 71 കോടി 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 139 കോടി 20 ലക്ഷം രൂപയുമാണ് സർവ്വം മായ 24 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി വളരെ നാളുകളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കറുപ്പിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ വരുന്ന ഏപ്രിൽ മാസത്തിലെ കറുപ്പ് റിലീസിന് എത്തുകയുള്ളെന്നാണ്. എന്തായാലും വരുന്ന ഫെബ്രുവരി മാസത്തിൽ കറുപ്പിന്റെ സെക്കൻഡ് സിംഗിൾ റിലീസ് ആവുമെന്ന് സംവിധായകൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ആ ഒരു സെക്കൻഡ് സിംഗിളിൽ സിനിമയുടെ റിലീസ് തീയതിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. മലയാളത്തിൽ നിന്നും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ റെസ്ലിംഗ് സിനിമയാണ് ചത്ത പച്ച. അർജുൻ അശോകൻ, വിവേക് നായർ, റോഷൻ മാത്യു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചത്ത പച്ചയുടെ സെൻസറിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ ചത്ത പച്ചയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 14 മിനിറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം ചത്ത പച്ചയുടെ ട്രെയിലറും പുറത്തു വന്നിരുന്നു. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് യുവാക്കൾക്ക് തിയേറ്ററുകളിൽ ആഘോഷിക്കാനുള്ളതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച ഒരു ആക്ഷൻ സിനിമയായിരിക്കും ചത്ത പച്ച എന്ന സൂചനയായിരുന്നു ഈ ഒരു ട്രെയിലർ സമ്മാനിക്കുന്നത്. പിന്നെ മമ്മൂക്കയുടെ കാമിയോ റോൾ കൂടി ചേരുമ്പോൾ സംഭവം പൊളിക്കുമെന്ന് തീർച്ച. വരുന്ന ജനുവരി 22-നാണ് ചത്ത പച്ച പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുക. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ദുരന്തർ എന്ന സിനിമയുടെ 44 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 44 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 8 കോടി 15 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ദുരന്തറിന്റെ 44 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 1350 കോടി രൂപയോളമാണ്. ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു മൾട്ടി സ്റ്റാർ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് അതിരടി. മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ ബേസിലിന്റെ AD ആയിരുന്ന അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടി എന്ന ചിത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു മുതൽ മുടക്കിലാണ് ഒരുങ്ങുന്നത് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തിന് വേണ്ടി മാത്രം ഞെട്ടിക്കുന്ന ഒരു തുകയാണ് ബഡ്ജറ്റായി മൂവി ടീം ഉപയോഗിക്കുന്നതെന്നും പറയപ്പെടുന്നു. ബേസിലും ടൊവിനോ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന അതിരടി വരുന്ന മെയ് മാസം 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ അവതാർ 3 എന്ന ചിത്രത്തിന്റെ 30 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 30 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 11 കോടി രൂപയോളം സ്വന്തമാക്കിയ അവതാർ 3യുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 10,750 കോടി രൂപയോളമാണ്. അതായത് $1.2 ബില്യൺ മുകളിൽ. മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ജയസൂര്യ ചിത്രമാണ് കത്തനാർ. ജയസൂര്യക്കൊപ്പം അനുഷ്ക, വിനീത്, പ്രഭുദേവ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കത്തനാർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. ഓൾറെഡി സർവ്വം മായയുടെ സംവിധായകനായ അഖിൽ സത്യൻ ഈ ഒരു ട്രെയിലർ കാണുകയും അതിന്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 3 മിനിറ്റ് ദൈർഘ്യത്തിൽ കത്തനാർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ സെൻസറിംഗ് വർക്കുകൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ കത്തനാറിന്റെ ട്രെയിലർ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി.